പത്തനംതിട്ടയിലും ഇടുക്കിയിലും വീണ്ടും കാട്ടാനയുടെ ആക്രമണം. മണിയാറിൽ ആനയെ കണ്ട് ഭയന്നോടിയ 2 യുവാക്കൾക്ക് പരിക്കേറ്റു. ഇടുക്കി ചിന്നക്കനാൽ 301 കോളനിയിൽ കാട്ടാന വീട് തകർത്തു. പ്രവീൺ പുരുഷോത്തമനും സന്ദീപ് രാജാക്കാടും നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ആദ്യം നമുക്ക് പത്തനംതിട്ടയിൽ തുടങ്ങാം. പ്രവീൺ പുരുഷോത്തമൻ, പ്രവീൺ, മണിയാറിൽ കാട്ടാനയുടെ ശല്യമുള്ള ഇടങ്ങളുണ്ട്. സ്ഥിരം വരാറുള്ള മേഖലകളിലേക്ക് തന്നെയാണോ ഈ ആന ഇപ്പോൾ വന്ന് കയറിയത്? സുജയ, പത്തനംതിട്ട മലയോര മേഖലയാണ്. വനം കൂടുതലുള്ള ഒരു സ്ഥലം കൂടിയാണ്. സ്വാഭാവികമായും കാട്ടാനയുടെ ആക്രമണം സ്ഥിരമായി ഉണ്ടാകുന്ന ഇടം കൂടിയാണ്. ഇന്നലെ പത്തനംതിട്ട മണിയാർ ഡാമിന് സമീപം മണിയാർ കട്ടച്ചിറ റോഡിലാണ് ഇത്തരത്തിൽ ഒരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. മണിയാർ ഡാമിന് സമീപം ആ പ്രദേശത്ത് നിന്നും കട്ടച്ചിറയിലേക്കുള്ള ഒരു പാതയാണ്. ഇതിൻ്റെ റോഡിൻ്റെ ഇരുവശവും വനമാണ്. ഏകദേശം 8 കിലോമീറ്ററോളം ദൂരം മണിയാറിൽ നിന്നും ഈ കട്ടച്ചിറയിലേക്ക് വനത്തിനുള്ളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. 2 യുവാക്കൾ ഇന്നലെ രാത്രി 10 മണിയോടുകൂടി ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കവെയാണ് പെട്ടെന്ന് ഈ കാട്ടിൽ നിന്നും ആനക്കൂട്ടം ഇറങ്ങി വന്നത്. യുവാക്കൾ ഏതായാലും ഇത് കണ്ട് ഭയന്ന് ഇരുചക്രവാഹനം നിർത്തുകയും അവർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഇതിനിടയിലാണ് 2 യുവാക്കൾക്കും വീണ് പരിക്കേറ്റത്. പിന്നീട് ഇവർ ഇത്രയും ദൂരം താണ്ടി അവർ ജനവാസ മേഖലയിലേക്ക് എത്തുകയും പിന്നീട് ഇതിൽ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. പക്ഷേ പരിക്ക് അത്ര സാരമുള്ളതല്ല. രണ്ടുപേരും ഇപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതി അത്ര പ്രശ്നമില്ല. എങ്കിൽ പോലും ഈ മേഖലയിൽ സ്ഥിരമായി കാട്ടാനയുടെ ശല്യം ഉണ്ടാകാറുണ്ട്. ഈ മണിയാറിൽ നിന്നും കട്ടച്ചിറ അതൊരു ജനവാസ മേഖലയാണ്. പക്ഷേ ഒരു പ്രശ്നമുള്ളത് 8 കിലോമീറ്ററിലധികം ദൂരം തിങ്ങിയ വലിയ വനമാണ്. ആ വനത്തിനിടയിൽ കൂടിയുള്ളൊരു വഴിയാണ്. സാധാരണ ഗ്രാമീണർ ആ കാനനപാതയാണ് ഉപയോഗിക്കുന്നത്. ഇല്ലെങ്കിൽ അവർക്ക് 20-ലധികം കിലോമീറ്റർ ദൂരം താണ്ടി മറ്റു ഇടങ്ങളിൽ കൂടിയൊക്കെ അവരുടെ ജനവാസ മേഖലയിലേക്ക് എത്തേണ്ട ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് മണിയാർ ഭാഗത്തു നിന്നും ഇവർ സ്ഥിരമായി ഈ ഗ്രാമീണർ ഈ കാനനപാതയിലൂടെയാണ് കട്ടച്ചിറ ഭാഗത്തേക്ക് പോകുന്നത്. ഡാമിനടുത്ത് സംഭവിച്ചത്. നമുക്ക് ചിന്നക്കനാൽ 301 കോളനിയിൽ എന്താണ് ഇന്ന് കണ്ട കാഴ്ച? അവിടെയും കാട്ടാനയുടെ ആക്രമണം വീണ്ടും സജീവമാവുകയാണോ സന്ദീപ്? സുജയ പാർവതി, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഈ മേഖലയിൽ കാട്ടാനകൾ ജനവാസ മേഖലയിൽ നിന്ന് പിന്മാറാതെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് നൽകുവാൻ കഴിയുന്ന വിവരം. വിവിധ ഇടങ്ങളിൽ ജനവാസ മേഖലയിൽ കാട്ടാനകൾ തമ്പടിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അതിലേറ്റവും ആക്രമണകാരിയായ മറ്റൊരു കൊമ്പനാണ് ചക്കക്കൊമ്പൻ എന്ന് പറയുന്നത്. ചക്കക്കൊമ്പൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ചിന്നക്കനാൽ 301 കോളനി ആ ഒരു മേഖലയിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെയാണ് ഒരു വീട് ഇടിച്ചു തകർത്തിരിക്കുന്നത്. മുമ്പ് ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു വള്ളം മറിഞ്ഞ് മരണപ്പെട്ട ഗോപിയുടെ വീടാണ് ഇടിച്ചു തകർത്തിരിക്കുന്നത്. ഈ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഭാഗ്യമായി കരുതേണ്ടത്. കാരണം ഇല്ലെങ്കിൽ വൻ അപകടം ഉണ്ടായേനെ എന്നാണ് മനസ്സിലാക്കുന്നത്. വീട്ടിലുണ്ടായിരുന്നവർ വിദ്യാഭ്യാസ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് അടിമാലിയിലേക്ക് പോയിരിക്കുന്ന ഒരു സമയത്താണ് വീടിന് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. വീടിന്റെ ഭിത്തി പൂർണ്ണമായിട്ടും ഇടിച്ചു നിരത്തി വീട്ടുപകരണങ്ങളടക്കം നാശനഷ്ടം വരുത്തിയിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഈ മേഖലയിൽ ഒന്നും തന്നെ 301 കോളനി എന്ന് പറയപ്പെടുന്ന യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളുമുള്ള ഒരു പ്രദേശമല്ല. ആദിവാസി പുനരധിവാസ പദ്ധതി പ്രകാരം ആദിവാസി കുടുംബങ്ങളെ കുടിയിരുത്തിയിരിക്കുന്ന ഒരു മേഖല കൂടിയാണ്. എന്നാൽ അവിടെ യാതൊരുവിധമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുമില്ല. ആനകൾ ഏറ്റവും കൂടുതൽ എത്തുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നിട്ട് പോലും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വൈകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ കാട്ടാന ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി വലിയ പദ്ധതികളൊക്കെ സർക്കാർ ആവിഷ്കരിച്ച് മുമ്പോട്ട് വരുമ്പോൾ പോലും അതൊന്നും വേഗത്തിൽ നടപ്പിലാക്കുന്നില്ല എന്ന ആരോപണം നിലനിൽക്കുന്ന ഒരു പ്രധാന പ്രദേശം കൂടിയാണ് ചിന്നക്കനാൽ 301 കോളനി. അവിടെയാണ് വീണ്ടും സന്ദീപ് രാജാക്കാടും പ്രവീൺ പുരുഷോത്തമനുമാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിലെയും പത്തനംതിട്ടയിലെയും.